ഇന്നും ഒരു ബുക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വെൽത്ത് മണി കാൺട്ട് ബൈ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ റോബിൻ ശർമ്മ, 5 AM ക്ലബ്, അതൊക്കെ എഴുതിയ അദ്ദേഹമാണ്. ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കൂ. വായനയിൽ ഇഷ്ടമുള്ളവർ ഇതൊന്ന് വായിക്കും. ഇത് വലിയ എന്താ പറയുക, ബാലികേറാ മലയൊന്നും അല്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തമിഴർ പറയുന്ന പോലെ കമ്പസൂത്രം ഒന്നും അല്ല ഇത്. ബിക്കോസ് ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചെറിയ ചെറിയ ട്വീക്സ് വരുത്തുമ്പോഴേക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നതെന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വരുന്നത്. അതും ഒരു പേജൊക്കെ ഉള്ളൂ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് വായിക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമുള്ളവർ. 500 റുപ്പീസാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ബുക്കിന്. അതെ, 499. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ കുറവുണ്ടാവുമായിരിക്കും. ബട്ട് ഒന്ന് വായിക്കണേ. അത് നല്ല രസമുണ്ട് അത് വായിക്കാനായിട്ട്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ വെൽത്തിനെ പറ്റിയിട്ടുള്ള ആ മിഥ്യാധാരണകളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പോകും. ഈസി ആയിട്ടൊരു ലൈഫ്, അതാണ് വെൽത്ത് എന്ന് തന്നെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ വിസാർഡ് ഓഫ് ഓസിനെ പറ്റി പറഞ്ഞില്ലേ, ഒരു ഫാൻറ്റസി പാരബിൾ വായിച്ചിട്ടില്ലേ ചെറുപ്പത്തിലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നോക്കൂ, ഞങ്ങൾ നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്, വീട്ടിൽ നല്ലപോലെ വളർത്തി വിട്ടതാണ് ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടികൾ. ശരിയായിരിക്കാം, അവർക്ക് അവരുടെ അച്ഛനും അമ്മമാരൊക്കെ കുറേ പ്രിൻസിപ്പിൾസും കുറേ മൊറൽ വാല്യൂസും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയായിരിക്കാം വിടുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അവർ പറയും, മോളെ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ കാണണം, സ്നേഹിക്കണം അവിടുത്തെ അമ്മയെന്നൊക്കെ പറയും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മ എന്നും നമ്മുടെ പെറ്റമ്മ നമ്മുടെ അമ്മ തന്നെയാണ് കേട്ടോ. പിന്നീട് വരുന്നവരെല്ലാം സ്നേഹിക്കുന്നുണ്ടാകും നമ്മളെ. സ്നേഹിക്കുമ്പോൾ നമ്മൾ അതേ രീതിയിലുള്ള സ്നേഹം തന്നെ തിരിച്ചു കൊടുക്കുക, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എന്തിനാ ഇങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം എടുത്തുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നത്? അതായത് അവിടെ ചെന്ന് നമ്മൾ പെരുമാറി വരുമ്പോൾ നോക്കൂ, എല്ലാവരും ഈ 5 വിരലുകൾക്കും 5 തരത്തിലുള്ള ഡെഫിനിഷൻസ് നമ്മുടെ ഭാഗവതത്തിലും അതുപോലെയുള്ള സ്ക്രിപ്ചേഴ്സിലാണ് കേട്ടോ അധികം പറയുന്നത്. സ്ക്രിപ്റ്റഡ് ആണ് ഇതെല്ലാം. ഈ 5 വിരലിനും 5 മൂല്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ 5 വിരലിൻ്റെ മൂല്യങ്ങൾ അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. എപ്പോഴെങ്കിലും എൻ്റെ ടോക്സിൻ്റെ ഇടയിൽ പറയാമെന്നല്ലാതെ ഐ ആം നോട്ട് എ സ്പിരിച്വാലിറ്റി ലീഡറൊന്നുമല്ല, സ്പിരിച്വൽ ലീഡറൊന്നുമല്ലല്ലോ. സോ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദ വേ ദ സ്പിരിച്വൽ ലീഡേഴ്സ് ഡസ് അല്ലേ. പക്ഷേ ഈ 5 വിരലിനും 5 കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് ചെയ്യാനായിട്ട്. ഡിനോട്ട്സ് 5 തിങ്സ് ഇൻ ലൈഫ്. അപ്പോൾ ഈ ഒരു വിരലിനെ പറ്റി മാത്രം ഞാൻ പറയാവേ, ഇത് ബോഡീനെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു വയസ്സിലൊക്കെ സ്കൂളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെയല്ലേ കാണിക്കുക, അറിയില്ല ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താന്ന്. അപ്പോൾ അത് ബോഡിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറയാനായിട്ട് ഇത് മിസ് പ്ലീസ് ഇങ്ങനെ പറയും ചിലപ്പോൾ അല്ലേ. ഇങ്ങനെ മിസ് പറയും, എന്തിനാണോ കൈ കാണിക്കുന്നത്, യു ജസ്റ്റ് ടെൽ മീ ദറ്റ് യു വോണ്ട് ഗോ ടു ദ ലാബറട്ടറി എന്ന് പറയും മിസ്സൊക്കെ ചിലപ്പോൾ. അല്ലെങ്കിൽ പിള്ളേർ നാണിച്ചിട്ട് ഇങ്ങനെ മിസ് ഇങ്ങനെ പറയും അല്ലേ. സോ അതല്ല നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാൻ പറയുന്ന ഈ 5 വിരലിനും 5 ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ. 10 വിരലും കൂടെ ചേർന്നാണ് നമ്മളൊരു ടാസ്കും ചെയ്യുക അല്ലേ. ഇതിൽ ഈ തന്ത വിരൽ 2 എണ്ണം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. വി വിൽ ബി വെരി മച്ച്, നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരു ടാസ്കും ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു 10-20 വർഷമായിട്ട് 20-25 വർഷമായിട്ട് അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആൺമക്കളാണ് കേട്ടോ. മിക്കവാറും ആൺമക്കൾ അമ്മമാരുടെ അഡിക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ സ്നേഹിപ്പിച്ച് കൊഞ്ചിച്ച് നശിപ്പിച്ച് വെച്ചേക്കുമായിരിക്കും ആൺപിള്ളേരെ. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അവിടെ ബ്രൈഡായിട്ട് ചെന്നിട്ട് അടുത്ത ദിവസം മുതൽ കാര്യങ്ങൾ കയ്യിലേക്ക് എടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ അത് ശരിയാവില്ല. അതെങ്ങനെയാണ് ശരിയാവണേ? നമ്മുടെ ഒരു ചെറിയ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോലും ഇറ്റ് വിൽ ടേക്ക് 48 ഡേയ്സ്, ഒരു മണ്ഡലകാലം അല്ലേ. 41 ദിവസമാണ് നമ്മൾ ഒരു മണ്ഡലം. ആ മണ്ഡലകാലമെങ്കിലും വേണം നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ, ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കാൻ. നമ്മൾ ഈ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ എണീക്കും, ഞാൻ നാളെ മുതൽ 5 മണിക്ക് എണീക്കും എന്ന് പറയും. നടക്കില്ല മക്കളെ. ഒരു ദിവസം എണീക്കും, അടുത്ത ദിവസം നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? സ്മോൾ ചേഞ്ചസ്. ഒരു ദിവസം 6 മണിക്ക് എഴുന്നേക്കുക, ഒരു ദിവസം 5:45, അങ്ങനെ കൊണ്ടുവന്ന് നോക്കൂ. യു വിൽ ബി ഏബിൾ ടു അച്ചീവ് ദാറ്റ്.
അപ്പൊ അത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഈ 20-25 വർഷം ഒരു പാറ്റേണിൽ ജീവിച്ച ഒരു മദർ ഇൻ ലോനെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോകം അവർ സൃഷ്ടിച്ചിട്ടുണ്ടാവും, അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ടാകും. അതിനകത്തേക്ക് ഒരു മരുമകൾ ചെന്ന് കയറുമ്പോൾ അവിടെ കാണുന്ന ഇതെല്ലാം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. ബിക്കോസ് നമ്മൾ കുറച്ച് യങ് അല്ലേ, പകുതി ഞാൻ പറഞ്ഞല്ലോ 50 വയസ്സുള്ള ഒരു അമ്മായിയമ്മയ്ക്ക് എന്തായാലും ഒരു 25 വയസ്സുള്ള മരുമകൾ ചെന്ന് കയറുക അല്ലേ. അപ്പൊ അവര് തമ്മിലുണ്ടാവുന്ന 25 എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കൂ. ആ ഗ്യാപ്പ് പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ബട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് ചേച്ചി റിപ്ലൈ എന്ന് പറഞ്ഞൊരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയാണ് സ്പെഷ്യലി ഡെഡിക്കേറ്റിംഗ് ദിസ് ടോപ്പിക്. ശ്രദ്ധിച്ച് കേൾക്കുക മോളെ. എന്താന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരാളെ മാറ്റാനും പറ്റില്ല. ഹസ്ബൻഡിന്റെ അടുത്ത് അവരുടെ അമ്മ മോശമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റില്ല. ആയിരിക്കാം, മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാകാം, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ ചെന്ന് കയറുന്നവർക്ക് പെട്ടെന്ന് ഒരു ദിവസം അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാനും മാറ്റാനും പറ്റും, ഹൗ വി റിയാക്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അല്ലേ. ഞാൻ പറഞ്ഞു തന്നാൽ അത് എൻ്റെ രീതിയിലായിരിക്കും. ചേച്ചി പറയുന്ന പോലെ ഒന്നും നടക്കില്ല. ഞാൻ പല രീതിയിലും സാവധാന ദണ്ഡം നോക്കിയ ആളാണ് ഞാൻ. ഇതുവരെ അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ഐ കീപ് ചേഞ്ചിങ് മൈ ആറ്റിറ്റ്യൂഡ്. തരത്തിനനുസരിച്ച് പോലെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് ശ്രമിച്ചു വരുന്നത്. കാരണം എന്താണെന്നറിയോ, അത് മാത്രമേ ഉള്ളൂ എൻ്റെ കൺട്രോളിൽ. ശരിയല്ലേ? എന്നെ കേൾക്കുന്ന ഇവിടെ എൻ്റെ വയസ്സുള്ള കുറേ പേര് എന്നെ കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും പെട്ടെന്ന് സമ്മതിക്കും, ശരിയാണ് ആകെ പറഞ്ഞത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. കൊച്ചുകുട്ടികൾ, അതായത് 10-25 വയസ്സുള്ള ഇപ്പം കല്യാണം കഴിച്ച് പോകുന്ന മക്കളില്ലേ, അവർ വിചാരിക്കുന്ന ഇത് എന്താ, ഇത് ഞങ്ങൾ നല്ലപോലെയല്ലേ ബിഹേവ് ചെയ്തത്, പിന്നെ എന്തിനാണ് അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് ദെയർ ഇൻസെക്യൂരിറ്റി. അവർ ഈ 25 വർഷത്തിന് മുമ്പ് ഒരു പക്ഷേ അവർ ചിലപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. അവർ നിന്ന് മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞിട്ടുണ്ടാകാം, ഒരു റിസെൻമെൻറ്റ് ഉണ്ടാകാം. ചിലർ അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഞാനിങ്ങനെ ഒന്നും ആവില്ല എന്ന് വിചാരിച്ച് തിരുത്തപ്പെടുന്നവരുണ്ടാകാം. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ അടിയിൽ കിടക്കുന്നത് ചില സമയത്ത് പൊങ്ങി വരുന്നതായിരിക്കും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ആരെയും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചോ, അവർ ചെയ്യുന്നത് ശരിയാണെന്നല്ല കേട്ടോ ചേച്ചി പറയുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കണം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ ആര് ചൂണ്ടിക്കാണിക്കും? ഹൂ വിൽ ബെൽ ദ ക്യാറ്റ്? നമ്മളെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് പിന്നെയും അത് ഹസ്ബൻഡിൻ്റെ അടുത്തേക്കുള്ള ഒരു പ്രോബ്ലമായിട്ടേ മാറുള്ളൂ കേട്ടോ. ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ വിവാഹം കഴിച്ച് ചെല്ലുന്ന സമയത്ത് അവർക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഗ്രൂമിൻ്റെ വീട്ടിലാണല്ലോ. നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു ചില സമ്പ്രദായമൊക്കെ ഉണ്ട്. ഗ്രൂമിൻ്റെ വീട്ടിലാണ് ചെന്ന് താമസിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ആരാണ് ഒരുക്കുക? മദർ ഇൻ ലോയോ അല്ലെങ്കിൽ നാത്തൂനോ ആരെങ്കിലൊക്കെ ആയിരിക്കും അല്ലേ ഒരുക്കുക. ഈ പെൺകുട്ടി ഇതുപോലെ തന്നെ ആദ്യത്തെ ദിവസം അറിയില്ലാത്തൊരു വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സിസ്റ്റമൊക്കെ മാറ്റേണ്ട സമയമായില്ലേ. പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഒരു നല്ലൊരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് താമസിക്കുക, അടുത്ത 2 ദിവസത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുക, വലിയ ഡാൻഡുമായിട്ട് വെഡിങ് ഒക്കെ നടത്താതെ ഇവർക്ക് ഇതൊക്കെയല്ലേ വേണ്ടത്, ഇങ്ങനെയുള്ള സെറ്റപ്സ് ഒക്കെ അല്ലേ വേണ്ടത്. അവർ തമ്മിലൊരു ക്ലോസ്നെസ് ഉണ്ടാവാനും അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്ങിലേക്ക് ആരും കടന്നു ചെല്ലാതിരിക്കാനൊക്കെ ഇത് നല്ലതായിരിക്കാം. അപ്പം എല്ലാവർക്കും അങ്ങനെ പറ്റുമോ ചേച്ചി, ഞങ്ങൾക്ക് അത്രയും പൈസയൊന്നുമില്ല, അങ്ങനെ പറയണവരുണ്ടാകാം. ഞാനിത് പറയുമ്പോഴേ ഞാൻ എത്ര പൈസ കുറവുള്ളവരുടെ കല്യാണമോ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലും ഇപ്പൊ മഞ്ഞൾ സെറിമണിയും അതും ഇതുമൊക്കെയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പൈസ പിടിച്ച് കളയുന്നത്? വേണോ? അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അയ്യോ ഇപ്പൊ പറയും ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും അല്ല കാര്യം. ഇപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്തുണ്ടായി എന്നുള്ളതാണ്. അവിടെ പുതയ്ക്കാനൊരു പുതപ്പുണ്ടായിരുന്നില്ല രാത്രി. എന്ത് ചെയ്യും? അതവർ ശ്രദ്ധിക്കാതെയാണോ എന്താണോ? ആ കുട്ടിക്ക് പുതപ്പുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ആ കുട്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് പേടിച്ച് പറഞ്ഞു, ഫസ്റ്റ് നൈറ്റ് അല്ലേ, പല രീതിയിലും ഫസ്റ്റ് നൈറ്റിനെ നമ്മൾ പല മൂവീസിൽ കാണുന്നുണ്ട്, പല ഇതിലും കാണുന്നുണ്ടല്ലേ. ഫസ്റ്റ് നൈറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അത് ഇതെന്നൊക്കെ. അതിനെപ്പറ്റി ഞാൻ കിടക്കുന്നില്ല, അതിനൊക്കെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ വേറെ ഉണ്ട്, അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടോളൂ. ഐ ആം ജസ്റ്റ് ടോക്കിംഗ് പ്ലെയിൻ ലൈഫ്. അവിടെ ചെന്നപ്പോൾ ഇല്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് ചൂടൊക്കെ ഉള്ള സമയമാണ്. എന്നാലും ഒരു ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോൾ ഇറ്റ് ഈസ് ഒരു
പുതിയ സ്ഥലത്തല്ലേ, പുതിയ ആളുമായിട്ടൊക്കെ അല്ലേ. അത് പോയി കുട്ടി ചോദിച്ചു, എനിക്കൊരു പുതപ്പ് തരുമോ. യു നോ വാട്ട്, ഈ അപ്പാമാരൊക്കെ ഉടുക്കുന്ന മുണ്ടില്ലേ, ഡബിൾ മുണ്ട്, അതത്ര പൈസ ഇല്ലാത്തവരൊന്നും അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഡബിൾ മുണ്ടാണ് ആ പെൺകുട്ടിക്ക് പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നൈറ്റിൽ കിട്ടിയത്. ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇതിനെ നിങ്ങൾ ഇൻസൾട്ട് എന്ന് കാണുമോ, അല്ലെങ്കിൽ ആ മകനോടുള്ള എന്താ പറയുക സ്നേഹക്കുറവെന്ന് കാണുമോ? എന്താ ഇതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം? അതേസമയം അവരുടെ വീടൊക്കെ നല്ല ടിപ്പായിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടും നല്ല ബെഡ്ഷീറ്റും ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതപ്പ് അതവർ വിട്ടുപോയതാണോ? അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. മേ ബി വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ ഈ പയ്യൻ അങ്ങനെയുള്ള ഒരു ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ പക്ഷേ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണത്? അടുത്ത ദിവസം ചെന്നിട്ട് അയ്യോ എനിക്കൊരു പുതപ്പുണ്ടായിരുന്നില്ല, അങ്ങനെയാണോ നമ്മൾ റിയാക്ട് ചെയ്യുക? പോയിട്ട് വാങ്ങിയിട്ട് വരിക, ഒരെണ്ണം എനിക്ക് പുതപ്പില്ലാതെ പറ്റില്ല എന്ന് പറയുക അല്ലേ. പക്ഷേ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആ ഡബിൾ മുണ്ട് തന്നെ 2-3 ദിവസം പുതയ്ക്കേണ്ടി വരും. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് ബിഹേവ് ചെയ്തതാ, പക്ഷെ എൻ്റെ മദറിലോ അത് എൻ്റെ കുറ്റമായിട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള വഴക്കാവുന്നു. എനിക്ക് ഈ സീൻ എന്താണെന്ന് അറിയില്ല, മനസ്സിലായോ? സീൻ കോൺട്ര ആണെന്ന് മാത്രം മനസ്സിലായി. പക്ഷെ ആ സീനിൽ വന്നിട്ട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഫുള്ള് എന്താ നടന്നതെന്ന് അറിഞ്ഞാലല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പറ്റുക? വിഷമം തോന്നും, പക്ഷെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ ആരോ പറയുകയുണ്ടായി, ഇനി മുതൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കണമെങ്കിൽ നല്ല ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് വേണം. പരസ്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെയായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഒരു പരസ്യം കണ്ടില്ലായിരുന്നോ? കണ്ണൻ ദേവൻ ചായയുടെ ആണെന്ന് തോന്നുന്നല്ലേ. ഒരു മകള് പറയുന്നത്, അച്ഛൻ പറയാണ്, മോളെ ഇദ്ദേഹത്തിന് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട് അവന്, നമ്മൾ കല്യാണത്തിന് സമ്മതിക്കൂ. അപ്പം മോള് ചോദിക്കുകയാണ്, എനിക്കിതൊന്നും ഇല്ലല്ലോ അച്ഛാ, ഞാനിതൊക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് ഞാൻ വിവാഹം കഴിക്കാമെന്ന്. നോക്കൂ, ആ ആറ്റിറ്റ്യൂഡ് നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ 28-30 വയസ്സാണവർ നിൽക്കും, ഒന്നും കുഴപ്പമൊന്നുമില്ല. 28-30 വയസ്സൊന്നും അല്ല ഇന്നത്തെ ക്രൈറ്റീരിയ. ഒരു ടൈം ലൈൻ ഇല്ലെന്നേ. ഒരാളുടെ ടൈം ലൈൻ ആയിരിക്കില്ല എന്ന് നമ്മുടെ ടൈം ലൈൻ. നെൽസൺ മണ്ടേല എത്രയോ 70 വയസ്സൊക്കെ ആയപ്പോഴല്ലേ പ്രസിഡന്റ് ആയത്. അദ്ദേഹം എത്ര വർഷം ജയിലിൽ കിടന്നു, അത് കഴിഞ്ഞിട്ടല്ലേ ആഫ്രിക്കയിൽ വന്നതും പ്രസിഡന്റ് ആയതും ഒക്കെ. അതുപോലെ എത്ര കഥകൾ പറയാനുണ്ട്. വയസ്സ് ഒന്നും നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ അല്ല, ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്നോട് ഈ പരാതി പറഞ്ഞ കുട്ടിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതെല്ലാം മാറ്റിക്കളയാൻ പറ്റും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു, ആൻഡ് പ്രിപ്പയർ യുവർ ലഞ്ച് ബൈ യോർ സെൽഫ് ആൻഡ് ടേക്ക് ഇറ്റ്. സിമ്പിൾ ലഞ്ച് ആണെങ്കിലും, അല്ലാതെ മദറിലോ കൊണ്ടുവന്ന് വെച്ച് തരാനായിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഒരാളെന്നോട് പറഞ്ഞു, മദറിലോ തന്നെ അവിടെ കയറ്റിയിട്ട് വേണ്ടേ കിച്ചണിൽ, അത് നിങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കി എടുത്തോളൂ കേട്ടോ. എത്ര സ്ക്വീസും ചെയ്താലും ഇങ്ങനെ പോത്തില്ലേ. നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പണ്ട് ചെറുപ്പത്തിലെ ഇങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കൂടി സ്പേസ് ഉണ്ടാക്കിയാൽ ഞാനൊക്കെ കയറാറുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്പേസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന, ഇപ്പം നമുക്ക് ജോലി ഉണ്ടെന്നപ്പം ഉണ്ടാണല്ലോ നമ്മൾ രാവിലെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടത്. ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് മാറി താമസിച്ചോളൂ, ഹസ്ബൻഡും വൈഫും കൂടെ. ചേച്ചി എല്ലാവർക്കും അങ്ങനെ മാറി താമസിക്കാനൊന്നും പറ്റത്തില്ല. ദെൻ യു ഹാവ് ടു മേക്ക് യുവർ സ്പേസ്. കാരണം എന്ത് പറഞ്ഞാലും അതിന് ഒരു ഉത്തരവായിട്ട് വരും. ഞാൻ പറയും മാറി താമസിക്കുന്നു, അയ്യോ ചേച്ചി അങ്ങനെയൊന്നും പറ്റൂല എന്ന് പറയും. അപ്പം ശരി, എന്നാൽ സ്പേസ് ഉണ്ടാക്കുക കിച്ചണിലും. അയ്യോ മദറിലും സമ്മതിക്കില്ല. എൻ്റെ പിള്ളേരെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. അല്ലെങ്കിൽ പറയണം, അമ്മ എനിക്ക് സിമ്പിൾ ലഞ്ച് മതി, ഞാനിങ്ങനെ ഈ ഡയറ്റ് ചെയ്യണം, ആ ഡയറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വെറുതെ സാധാരണ ഒരു സാൻഡ്വിച്ച് ആണെങ്കിലും മതിയല്ലോ. എന്നിട്ട് അവിടെയും പാൻട്രി ഒക്കെ ഉണ്ടാവില്ലേ, അടുത്ത് എത്രയോ സ്വിഗ്ഗിയൊക്കെ ഉണ്ടാവും, അവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കൂ. കാരണം ഈ ലഞ്ച് ഉണ്ടാക്കുന്നതിലും കിച്ചൺ ഷെയർ ചെയ്യുന്നതിലും ഇതിലൊക്കെയാണ് പ്രോബ്ലംസ് സാധാരണ രീതിയിൽ പുതിയ പെണ്ണുങ്ങൾക്ക് വരിക. കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മയമ്മയും അതിനകത്ത് അഡ്ജസ്റ്റ് ആകും. അവരും ഹ്യൂമൻ ബീയിങ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഇരിക്കുന്നവരെല്ലാവരും എന്നോട് ഫൈറ്റ് ചെയ്യാൻ ഇരിക്കുക എന്നുള്ള പേരിലാണ് നമ്മളൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും എപ്പോഴും. നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിക്ക് പുതപ്പുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടും ഓരോ
സമയങ്ങളിലും അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ആയിരുന്നു. ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഭയങ്കര സ്ട്രഗിള്. അത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിലുണ്ടല്ലോ, യു ക്രിയേറ്റ് യുവർ ഓൺ സ്പേസ് ഔട്ട്സൈഡ് ദാറ്റ് മാട്രിമോണിയൽ ഹൗസ്. അതിൽ യാതൊരു തെറ്റുമില്ല. ഹസ്ബൻഡ് കൂടെ നിന്നാൽ മതി. അദ്ദേഹം പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുള്ളൂ. അടുത്ത ദിവസം തന്നെ പറയരുത്, ഒരു പരാതി കെട്ടുമായിട്ട് അങ്ങോട്ട് ചെല്ലരുത്, അല്ലെങ്കിൽ ഇത് ശരിയില്ല അത് ശരിയില്ല എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മനസ്സിലാക്കുക, 1 year ടൈം കൊടുക്കുക എന്ത് കാര്യത്തിനും. പേഷ്യൻസ്, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ താഴെ വന്ന കമൻറ്റിൽ, ഈ കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ്, ചേച്ചി റിപ്ലൈ തരൂ എന്നുള്ളതിനാണ് ഞാൻ ഈ റിപ്ലൈ തരുന്നത്. റിപ്ലൈ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും മദർ ഇൻ ലോനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ചേഞ്ച് ആകാൻ പറ്റും. യുവർ ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ്, ഗ്രീൻ ഹോൺസ് ആണ്. അവരൊക്കെ കഴിഞ്ഞു പോയ ഇതാണ്, നാരിയാണ്. അത് പറയുന്നത് കേട്ടിട്ടില്ലേ? എൻ്റെ മകൾ നാളത്തെ നാരി, ഞാൻ ഇന്നത്തെ നാരി, ഇന്നലത്തെ നാരിയാണ് എൻ്റെ അമ്മ, അല്ലേ? അതേപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജനറേഷനും. അപ്പോൾ ഈ അമ്മായിയമ്മ ഇന്നലത്തെ നാരിയായിട്ട് മാറി, ഇന്നലത്തെ വനിതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളാണ് ഇന്നത്തെ നാരി, സോ അല്ലെങ്കിൽ ഇന്നത്തെ വനിത. സോ ഇന്നത്തെ വനിതയാവണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഒരു പണിയെടുക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട് കേട്ടോ, ഒന്നും ചെയ്യത്തില്ല. കുടിച്ച ചായയുടെ കപ്പ് അവിടെ വെച്ചിട്ട് പോകുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ വരുമ്പോഴാണെങ്കിലും അതെടുത്ത് കൊണ്ടുപോയി ഒന്ന് കഴുകത്തേ ഇല്ല. ആ അമ്മ വേണം വന്ന് കഴുകാൻ. ആ കുട്ടി ഒരു അമ്മായിയമ്മയുടെ അടുത്ത് പോയാൽ എങ്ങനെയായിരിക്കും പെരുമാറുക? സെയിം തിങ് ആയിരിക്കില്ലേ, അല്ലേ? അല്ലെങ്കിൽ അവിടെ ചെന്ന് അവൾ മാറണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ അമ്മമാർ പറയില്ലേ, മോളെ ഇതൊക്കെ ഒന്ന് ചെയ്യും. അതായത് നിങ്ങളുടെ ഈ 10 വിരലുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നിങ്ങളുടെ ബാത്റൂമൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യുക, നിങ്ങളുടെ ബെഡൊക്കെ ഫസ്റ്റ് തന്നെ നിങ്ങൾ വിരിച്ചിട്ടിട്ട് എഴുന്നേക്കുക, ഇവിടെ സ്വന്തം വീട്ടിലാണെങ്കിലും. അങ്ങനെ ചെയ്ത് വരുന്ന പെൺകുട്ടികൾ പുകന്ത വീട്ടിൽ ചെല്ലുമ്പോഴും അത് തന്നെ ആചരിക്കും. അപ്പോൾ ഉണ്ടല്ലോ, അവിടെ ജെല്ലാവാനായിട്ട് എളുപ്പമായിരിക്കും. അവർക്ക് മുറുമുറുക്കാൻ ഒരു സാധനം ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ നിന്ന്, അല്ലേ? പിന്നെ അവർ മുറുമുറുക്കുകയാണെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് മക്കളെ, നമ്മുടെ കുഴപ്പമല്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഹസ്ബൻഡിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സമാധാനം കൊടുക്കണം. ഞാനൊരു ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ കണ്ടിരുന്നു, ഇങ്ങനെ ഈ ഡിവോഴ്സ് കേസസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിൻ്റെ അടിയിൽ ഒരാൾ വന്ന് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് കല്യാണവും വേണ്ട, ഈ അമ്മയുടെ സ്നേഹവും വേണ്ട, അമ്മായിയമ്മയുടെ വിരുന്നും വേണ്ട, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ശമ്പളമുണ്ട്, എവിടെയെങ്കിലും ഓടിപ്പോയാൽ മതി എന്ന്. എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും അല്ലേ ആ മനുഷ്യൻ അതിൻ്റെ അടിയിൽ അത് ആ കുറിപ്പിട്ടത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും മരുമക്കൾ, അമ്മായിയമ്മ എന്നുള്ളതല്ലാതെ ആ സൺസിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ മക്കളെ പറ്റിയിട്ട്. എല്ലാ ആൺമക്കളും അമ്മയുടെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞാലേ, അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാനും ചാരാനും വേണമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം എന്ത് ചെയ്യണം? നമ്മളങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? ചേച്ചി ഞങ്ങൾ മാത്രം സ്നേഹിച്ചാൽ മതിയോ? പിന്നീട് ഇങ്ങോട്ട് അതേതേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണെങ്കിലും കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. നല്ലതും തിരിച്ചു കിട്ടും, ചീത്തയും തിരിച്ചു കിട്ടും. അപ്പം നമുക്ക് നല്ലത് തന്നെ ചെയ്താൽ എന്താ കുഴപ്പം? ഈ വീഡിയോ ഐ ഡെഡിക്കേറ്റ് ടു ദാറ്റ് ഗേൾ. പേര് ഞാൻ പറയുന്നില്ല. സോ ഇഷ്ടപ്പെടുമോ ഇല്ലെന്നുള്ളതൊന്നുമല്ല, ഇതാണ് ഫാക്റ്റ്. നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ദ വൺ ഹൂ ഈസ് ചേഞ്ചിങ് ദ ആറ്റിറ്റ്യൂഡ് അക്കോർഡിംഗ്ലി, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ലിവ് ഹാപ്പിലി. ഓക്കെ, അപ്പം റോബിൻ ശർമ്മയുടെ ബുക്ക് മറക്കണ്ട കേട്ടോ, വാങ്ങിച്ചു വായിച്ചോളൂ. ഓക്കെ, ദെൻ സീ യു ടുമോറോ.